അപ്പോൾ ഈ നാട്ടിൻപുറത്തിൻ്റെ അറിവുകളും നന്മകളും എന്നൊക്കെ പറയുന്നത് അത് വളരെ ഒരു രസകരമായിട്ടുള്ള ഒരു അറിവുകളാണ്. ഓരോ അറിവുകളും നാട്ടിൻപുറത്തുനിന്ന് കിട്ടുന്നത് വളരെ വിലപ്പെട്ടതാണ്. ഹായ് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ലൈഫ് സ്റ്റോൺ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വീടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് കൂട്ടുകാരുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ കുറേ അറിവുകളുണ്ടാകും, കുറേ രസകരങ്ങളായിട്ടുള്ള വാർത്തകൾ കാണും, വർത്തമാനങ്ങൾ കാണും. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് കുറേ പണികൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വൈഫും കൂടി കുറേ ജോലികൾ രാവിലെ ചെയ്തു തീർത്തു. അപ്പോൾ അതിൻ്റെ ബാക്കി പണികളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതാണ് കൂട്ടുകാരെ കാണിക്കുന്നത്. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക്. കഴിഞ്ഞ മാർച്ച് മാസത്തെ ഞങ്ങളിവിടെ ഏപ്രിൽ ലാസ്റ്റോടു കൂടിയാണ് നമ്മളിവിടെ വന്നത് വീട്ടിലേക്ക്. അപ്പോൾ അന്ന് ഇവിടെയെല്ലാം പരിസരമെല്ലാം നല്ല വൃത്തിയാക്കിയതായിരുന്നു. വീണ്ടും 3-4 മാസം കൊണ്ട്, ഇപ്പോൾ ജനുവരി ആയില്ലേ, ഇവിടെ എല്ലാം അങ്ങോട്ട് വെള്ളം പിടിച്ചായിരുന്നു. നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്ത് നല്ല മുറ്റം പോലെ ഞങ്ങളാക്കിയതായിരുന്നു. നമുക്കാകെ ഞായറാഴ്ച മാത്രം ടൈം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാനും വൈഫും കൂടെ രാവിലെ തന്നെ ഇവിടെ എല്ലാം നല്ല വൃത്തിയാക്കി. അപ്പോൾ ഇച്ചിരി പരിപാടികളുണ്ടായിരുന്നു. ഇനി കുറച്ച് പേരും കൂടെ, നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ മാറിയിരിക്കുകയാണ്, ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. വീടിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ ഇനിയും പണികൾ കിടക്കുകയാണ്. അപ്പോൾ കുറേ പരിപാടികളുടെ ഒക്കെ ഫൗണ്ടേഷൻ അടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും വൈഫും വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ വെറുതെ ഇരിക്കത്തില്ല. കാരണം വൈഫിന് അധികം സമയം കിട്ടത്തില്ല. കാരണം അറിയാമല്ലോ, കൂട്ടുകാർക്ക് അറിയാമല്ലോ, കറുകച്ചാൽ കടയുണ്ട്. പുള്ളിക്കാരത്തേക്ക് നല്ല തിരക്കുള്ള വർക്കുള്ള ആളാണ്. ഞാൻ പിന്നെ തിരക്കുണ്ടോ വർക്കുണ്ടോ എന്നൊന്നും ആരെയും പറയാറില്ല, പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യാറില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും ഇഷ്ടംപടി വർക്കുണ്ടെന്ന് അവരെ ചെയ്യിപ്പിക്കുന്നവർക്കൊക്കെ അറിയാം. നമ്മുടെ കേരളത്തിന് പുറത്തുമൊക്കെ ഒരുപാട് ഫ്രാൻസ്, ഇറ്റലി, UK, സൗദി, കുവൈറ്റ്, ജർമ്മനി, അങ്ങനെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലാണ് ജിജിക്ക് കസ്റ്റമേഴ്സ് ഉള്ളത്. അവരെല്ലാം അവധിക്ക് വരുമ്പോൾ അവരുടെ ഈ ഡ്രസ്സുകളെല്ലാം തയ്ക്കാൻ 10-20 എണ്ണമൊക്കെ ഒരുമിച്ചാണ് റെഡിയാക്കി വെക്കുന്നത്. പിന്നെ അവരൊക്കെ വിദേശങ്ങളിൽ നിന്ന് നമ്മുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരും. അപ്പോൾ അതെല്ലാം അതിൻ്റെ ഫോട്ടോയൊക്കെ നമ്മുടെ വാട്സാപ്പിലിട്ട് അത് അനുസരിച്ചാണ് പുള്ളിക്കാരത്തി ചെയ്യുന്നത്. അപ്പോൾ നല്ല ടാലൻറ്റഡാണ്, കഴിവിൽ. അപ്പോൾ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കാണുന്ന കൂട്ടുകാർ വിചാരിക്കും നമ്മൾ ചുമ്മാ ഇതൊക്കെ പറയുന്ന വായ്ത്താളം അടിക്കുന്നതാണ്. വായ്ത്താളമൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ്. നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ടല്ലോ, കഥ പറയുമ്പോൾ എനിക്കൊരു ബാല്യം ഉണ്ടായിരുന്നു, ബാല്യത്തിൽ എനിക്ക് കിട്ടിയൊരു കൂട്ടുകാരനുണ്ടെന്നൊക്കെ പറയുന്ന ആ സിനിമയ്ക്കകത്ത് അതിനകത്ത് മുഴുനീള വേഷം ചെയ്തൊരു കഥാപാത്രമാണ് കോട്ടയം നസീർ ഖാനെ എല്ലാവരും ഒക്കെ അറിയുന്നതായിരിക്കും. അപ്പോൾ അദ്ദേഹം നമ്മുടെ കറുകച്ചാലുകാരനാണ്. അപ്പോൾ കറുകച്ചാലുകാരനായ കോട്ടയം നസീർ ഖായുടെ വൈഫ് ഞങ്ങളുടെ ഒരു കസ്റ്റമറാണ്, ജിജിയുടെ. പുള്ളിക്കാരത്തി വീട്ടിൽ വരാറുണ്ട്. അവിടെ മഞ്ചേരി നമ്മുടെ ഫ്ലാറ്റിലായിരിക്കുമ്പോൾ അവിടെ വരാറുണ്ടായിരുന്നു. ഒരുപാട് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ അന്ന് എനിക്ക് അറ്റാക്കൊക്കെ വന്ന സമയത്ത് വീട്ടിൽ വരികയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ അവർ കൊച്ചിയിലാണ്. ഇപ്പം ഞങ്ങൾ ഇത് കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ കുഴിച്ചു വെച്ചതാണ്, ചീരത്തൈയാണ്. ഇതിങ്ങനെ ചെറിയ തൈ ഇങ്ങനെ പാകിയിട്ടതാണ്. അപ്പോൾ ഒരാഴ്ചയായി ഇതിങ്ങനെ കുഴിച്ച് വെച്ചിട്ട്. പിന്നെ ഇതൊന്ന് മാറ്റി കുഴിച്ച് വെക്കണം ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പണികളുണ്ട്. അതിന് ഞാനും വൈഫും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരത്തിന് ഈ ഒരു സമയത്തൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി കുറേ പണിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ നസീർക്കാടെ വൈഫ് നമ്മുടെ വീട്ടിൽ വരാറുണ്ട്. ഞങ്ങളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പം നാട്ടിലൊക്കെ വരുമ്പോഴത്തേനും പുള്ളിക്കാരത്തി വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് വർത്തമാനമൊക്കെ പറയും. അപ്പോൾ അവർ നമ്മുടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. പുള്ളിക്കാരത്തി നമ്മുടെ ലൈഫ് സ്റ്റോൺ യൂട്യൂബ് ചാനലിൻ്റെ 100ാമത്തെ സബ്സ്ക്രൈബറാണ്. ഒരുപാട് സന്തോഷമുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ വീട്ടിലൊക്കെ വരുമ്പോൾ ഞാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അന്ന് ഞാൻ പറയുകയും ചെയ്തു 100ാമത്തെ സബ്സ്ക്രൈബറാണ് എന്ന് പറയുകയും ചെയ്തു. അതിലൊരുപാട് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. എൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, അതുപോലെ തന്നെ പാട്ടുകളൊക്കെ ആസ്വദിക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. നമ്മുടെ വാട്സപ്പിനകത്തുള്ളതാണ് നസീർക്കാടെ. അപ്പോൾ എൻ്റെ പാട്ടുകളും വീഡിയോകളും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അവർ മാത്രമല്ല കേട്ടോ, പുള്ളിക്കാരത്തിയുടെ നസീർക്കാടെ സഹോദരി
അവരുടെ മോനും ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് വലിയ വലിയ ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതാണ്. അപ്പം ഞാനിവിടെ ഈ പരിസരമൊക്കെ ഞങ്ങൾ രാവിലെ നന്നാക്കിയതാണ്. ഒരു 2 മണിക്കൂർ കൊണ്ട് വെയിലാകുന്ന ഒരു ടൈമിൽ ഞാൻ നേരത്തെ വീഡിയോയ്ക്കകത്ത് കൂട്ടുകാരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, നമ്മുടെ കറുകച്ചാലിലേക്ക് പോകുന്നത്. ഇത് മെയിൻ റോഡാണ് കേട്ടോ കൂട്ടുകാരെ. നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടിയാണ് ഈ വരുന്ന റോഡാണ് ഇത് കറുകച്ചാലിൽ നിന്ന് വരുന്നത്. കറുകച്ചാലിൽ നിന്ന് വരുമ്പം കൂട്ടുകാർ വിചാരിക്കും ഇത് ഏതാ നാട്, ഇവിടുത്തെ നാടെന്ന്. അത് വലിയ ഡൗട്ടടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറ്റ വാക്കിലിങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ കാസർഗോഡ് നിന്ന്, ഇപ്പോൾ കാസർഗോഡൊക്കെ ഉള്ള വീഡിയോ കാണുകയാണ്. കാസർഗോഡ്, പാലക്കാട്, തൃശ്ശൂർ, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, കൂത്താട്ടുകുളം, കുറവലങ്ങാട്, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി, കറുകച്ചാൽ. ഇത് കറുകച്ചാലിൻ്റെ അവിടെ നിന്ന് വരുന്ന വഴിയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ റൂട്ട് വരുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ആ വഴിയാണ് നേരെ നമ്മുടെ ഈ വീട്ടിലോട്ട് ഇങ്ങനെ വരുന്നത്. കണ്ടോ, കറുകച്ചാലിൽ കൂടെ വണ്ടി പോകുന്ന സൗണ്ടാണ് ഇപ്പോൾ കേട്ടത്. നമ്മുടെ കോഴിക്കോടിൻ്റെ പണിയൊക്കെ തീർന്നു, കോഴീനൊക്കെ മേടിച്ച് വിട്ടു. ഇപ്പോൾ 1 മാസത്തോളമായി. അവർ നല്ല ശാന്തമായിട്ടിരിക്കുക. അപ്പോൾ തീറ്റയൊക്കെ രാവിലെ ഒക്കെ കൊടുത്തു, വയറ് നിറച്ച് കഴിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം നല്ല കൂളായിട്ട്, വലിയ ശല്യമൊന്നുമില്ല. ഇപ്പം നല്ല തീറ്റയൊക്കെ കൊടുത്തിരിക്കുക. ഇനിയിപ്പോൾ ഉച്ചയായതുകൊണ്ട് കഴിച്ചിട്ട് അങ്ങ് സമാധാനമായിട്ടിരുന്നത്. രാവിലെ ഇച്ചിരി ബഹളമൊക്കെയാണ്. എൻ്റെ ഒച്ച കേൾക്കുമ്പോൾ ഇപ്പം കൂച്ചയും കാർച്ചയൊക്കെ. അതുകൊണ്ട് തീറ്റ അങ്ങ് വേറെ നിറച്ചടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, പിന്നെ അലമ്പൊന്നുമില്ല. അപ്പോൾ ഈ കറുകച്ചാലെന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്. കണ്ടോ, ഇവിടുന്ന് തൊട്ട് ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു, നമ്മുടെ ഇവിടുന്ന് 8 മിനിറ്റ് ദൂരമുള്ളൂ. അപ്പോൾ കറുകച്ചാലാവട്ടോ നമ്മുടെ കോട്ടയം നസീർക്കാടെ വീട്. അത് പലർക്കും അറിയത്തില്ല എന്ന് തോന്നുന്നു. കോട്ടയം നസീർ എന്നാ പേരെങ്കിലും കോട്ടയം നസീറിൻ്റെ വീടെന്ന് പറയുന്നത് നമ്മുടെ കറുകച്ചാൽ ടൗണിൽ തന്നെ. നമ്മുടെ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ വൈഫും സഹോദരങ്ങളും സഹോദരിയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നമ്മളവിടെ ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ വരാറുണ്ടായിരുന്നു. ഒരുപാട് നേരം വർത്തമാനം പറയാറുണ്ട്. അവരൊക്കെ ഞങ്ങളുടെ വിശേഷങ്ങളും. വൈഫിനെ കൊണ്ടാണ് കേട്ടോ അവർ തയ്പ്പിക്കുന്നത് വർഷങ്ങളായിട്ട്. അപ്പോൾ വൈഫിൻ്റെ തയ്യൽ എന്ന് പറഞ്ഞാൽ അത്ര രസകരമായിട്ടുള്ള നല്ല പക്ക തയ്യലാണ്. ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്യുന്നതൊന്നുമല്ല, വെറുതെ ഇതങ്ങ് പറഞ്ഞു പോയെന്നുള്ളൂ. ഞാനങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല പുള്ളിക്കാരത്തെ തയ്യലിനെക്കുറിച്ച്. കാരണം അവർക്ക് ഇപ്പോൾ തന്നെ ആവശ്യത്തിൽ കൂടുതൽ വർക്കുണ്ട്. പിന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അവർക്ക് നിലം തൊടാൻ പറ്റാതെ വരും. അപ്പോൾ ലോകത്തിൻ്റെ നാനാ സ്ഥലങ്ങളിലാണ് ജിജിയുടെ കസ്റ്റമേഴ്സ് ഉള്ളത്. അപ്പോൾ അവരെല്ലാം ജിജീനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ജിജീനെ കൊണ്ട് മാത്രം തയ്പ്പിക്കുന്നവരാണ്. പടമൊക്കെ അയച്ചു തരുവുള്ളൂ വാട്സപ്പിനകത്ത്. അവർ നേരിട്ട് പോലും കാണണ്ട. പുള്ളിക്ക് അത്ര നല്ല കഴിവുള്ളതാണ്. കാരണം പഠിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ കാലത്ത് സംസ്ഥാന തലം വരെ ഈ ഇത്തരം വർക്കുകൾ ചെയ്യുന്നതിന് സമ്മാനം മേടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് ആ ഒരു കഴിവ് തയ്യലുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ നല്ലൊരു ഉപകാരമായി. അപ്പോൾ അതൊക്കെ ആൾക്കാർക്ക് തിരിച്ചറിയാവുന്നതുകൊണ്ടാണ് അവർ നമ്മുടെ വിട്ടുപിരിയാതെ 10-25 വർഷമായിട്ട്, 25 വർഷത്തിൽ കൂടുതലായി, ഒരു 3-4 തലമുറ പുള്ളിക്കാരത്തിനെ പിന്തുടരുന്നുണ്ട്. കൊച്ചു കുട്ടികൾ തൊട്ട് വലിയവർ വരെ ജിജിയുടെ കസ്റ്റമേഴ്സാണ്. അതുപോട്ടെ. അപ്പോൾ വെയിൽ ഇച്ചിരി ചാഞ്ഞ് വരുന്നുണ്ട്. ഇത് നമ്മൾ പയർ അവർ കഴിഞ്ഞ ആഴ്ച കുഴിച്ചിട്ടതാണ്. അപ്പോൾ ഈ പയർ ഇപ്പോൾ ഒരു 2 ആഴ്ചയായി. വള്ളിപ്പയറാണ്. അപ്പോൾ ഈ വള്ളിപ്പയർ ഇനി ഒന്ന് മാറ്റി കുഴിച്ച് വെക്കണം. ഇവിടെ ഇപ്പോൾ ഓരോന്നിനകത്ത് 2 ചോട് വീതം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പടവലമാണ്. പടവലം ആണ് ഇത്. ഇതും വള്ളിപ്പയറാണ്. എല്ലാം 2 വീതം വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ചൂടായതുകൊണ്ടാണ്. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് പാവൽ. പണ്ട് ഞാനിവിടെ പാവൽ കുഴിച്ചിട്ടിട്ട് പന്തലൊക്കെ ഇട്ട് കിലോ കണക്കിന് പാവയ്ക്ക പറിക്കുമായിരുന്നു. പിന്നെ അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ അന്ന് കൊടുക്കുമായിരുന്നു. നമുക്ക് കഴിച്ച് തീർക്കാൻ പറ്റത്തില്ലല്ലോ ഇത്. അപ്പോൾ ഇന്നും ഇട്ടിട്ടുണ്ട്. 2 തയ്യേ മുളച്ച് വന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി കുഴിച്ച് വെക്കണം. അതാണ് ഇന്നത്തെ പണിയെന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി ഇപ്പോൾ വന്നെങ്കിൽ ബാക്കി പണിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് കടയിൽ നിന്ന് ലീവ് എടുത്തിരിക്കുക. അപ്പോൾ നമ്മുടെ കടയിൽ നേരത്തെ ഒരു 5 പിള്ളേർ തയ്ക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ 2 പേരുണ്ട്. അവരും സൺഡേ ആയതുകൊണ്ട് ഇന്ന് അവധി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ജിജീനെ പിടിയാലെ ഞാൻ കുറേ പണിയൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടി കൂടെ കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ 2 പേരും കൂടെ ഉണ്ടെങ്കിൽ രസകരമായിട്ട് ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിള്ളേരിതൊന്നും ചെയ്യാൻ കൂടും, എന്നാലും നമ്മുടെ ഐഡിയയിലേക്ക് അവർ വരികയില്ല. ഇപ്പോൾ രാവിലെ 2-3 ദിവസം മുമ്പ് തൊട്ട് തുടങ്ങിയതാണ്. ഒരു പന്തലിൻ്റെ പണിയാണ് നമ്മൾ വർക്ക് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കത്തില്ല. കാര്യം ഇങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എന്തിലേലുമൊക്കെ
എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കും. എന്നാലേ നമുക്ക് മൈൻഡിനൊരു സന്തോഷമുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിവിടെ വന്നിട്ടിപ്പോൾ 7 മാസമുള്ളൂ. ഈ 7 മാസമായിട്ട് കണ്ടിന്യൂസ് നമ്മൾ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ വീഡിയോകളെല്ലാം കൂട്ടുകാരെ കാണിക്കുന്നുണ്ട്. പാട്ട് പാടുന്നുണ്ട്, കുക്കിംഗ് ഉണ്ട്, അല്ലാതെയുള്ള അറിവുകളുണ്ട്. അങ്ങനെ അങ്ങ് പോവുകയാണ് ഓരോ ദിവസവും തിരക്കിട്ട്. അപ്പോൾ ദിവസങ്ങളങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ കുറേ പണികൾ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ആയുധങ്ങളാണ്. കൊട്ടയും ഒക്കെ ഇവിടെ എല്ലാം തൂത്തുവാരി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമ്മുടെ കുട്ടിത്തൂമ്പയാണ്. അപ്പോൾ പന്തൽ കെട്ടാൻ വേണ്ടി കഴിഞ്ഞ ദിവസം പ്ലാസ്റ്റിക് കയർ ഇങ്ങനെയുള്ള കയറാണ് മേടിച്ചത്. അപ്പോൾ നമ്മൾ കയർ ഇത്ര ബൾക്കായിട്ട് മേടിക്കുമ്പോൾ ഇങ്ങനെ തൂക്കത്തിൽ മേടിക്കും. ഇതിപ്പോൾ 1.5 കിലോ കയറാണ് ഞാൻ മേടിച്ചത്. അങ്ങനെ കൂട്ടത്തിൽ ഇതിൻ്റെ ഇത് വലിയ സൈസ് അഴയൊക്കെ കെട്ടാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് പന്തൽ കെട്ടാൻ വേണ്ടി മെയിൻ കയറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ 1.5 കിലോ ഇത് മേടിച്ചത്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ പാക്കറ്റായിട്ട് കിട്ടും. ഇങ്ങനെ പാക്കറ്റായിട്ട് മേടിക്കുന്ന ഇത്തരം ബൾക്കായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നല്ലത്. കാരണം നമുക്ക് അത് കുറേ ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ മീറ്റർ നീളം എത്രയാണെന്ന് എനിക്കറിയില്ല. അവിടെ മറ്റും എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ സൈസും കൂടി ഞാൻ മേടിച്ചിരുന്നു. അപ്പോൾ അത് നമുക്കിങ്ങനെ പാകി കെട്ടാൻ വേണ്ടിയുള്ളതാണ്. ഇവിടെ എല്ലാം അടിച്ച് നല്ല ക്ലീനാക്കി തീയൊക്കെ ഇട്ട് നല്ല സെറ്റപ്പാക്കി വെച്ചിരിക്കും. ഇതിലെയൊക്കെ നമുക്ക് കുഴിച്ച് വെക്കണം. അപ്പോൾ നിങ്ങളും ഇങ്ങനെ പ്ലാസ്റ്റിക് കയറ് മേടിക്കുമ്പോൾ ഇങ്ങനെയുള്ള കയറ് മേടിക്കുക. അപ്പോൾ അത് ലാഭമാണ്. 100ാമത്തെ സബ്സ്ക്രൈബറായിട്ടുള്ള കോട്ടയം നസീർക്കാട് വൈഫിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അവരൊക്കെ നമ്മുടെ വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ നസീർക്കായ്ക്ക് ഈ ഇടയ്ക്ക് അവാർഡൊക്കെ കിട്ടിയെന്ന് പറയുന്നത് കേട്ടു. നല്ല സഹനടനുള്ള. അതിലൊരുപാട് സന്തോഷമുണ്ട്, നമുക്ക് സന്തോഷമുണ്ട്. നമ്മളെ അറിയുന്ന, നമ്മളെ വീട്ടിലൊക്കെ വരുന്ന ഒരു സെലിബ്രിറ്റി വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് വലിയൊരു സന്തോഷമാണ്. നമ്മളോട് സംസാരിക്കുക, നമ്മുടെ വിശേഷങ്ങളൊക്കെ അവരൊക്കെ അറിയാമല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ്. വലിയൊരു സന്തോഷം. ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനി അദ്ദേഹം പോട്ടെ എന്ന് ഇപ്പോൾ ആശംസിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ കോർണറായിട്ടുള്ളൊരു കമ്പി അടിച്ചിട്ടുണ്ട്. ഈ കമ്പി ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മേടിച്ചതാണ്. ഇതെല്ലാം വേസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. കമ്പി വേസ്റ്റൊന്നുമല്ല, അന്ന് മേടിച്ചതാണ്. പിന്നെ ഇവിടെ സ്വരുക്കൂട്ടി ഇട്ടിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ഉപകാരമായി. ഇവിടുന്ന് നല്ലൊരു പന്തലിടാനുള്ള സ്റ്റാർട്ടിങ്ങും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റോഡിൽ കൂടി ധാരാളം ആൾക്കാർ പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് എപ്പോഴും ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ്. അപ്പോൾ കൂട്ടുകാർ കാണുമ്പം വിചാരിക്കും ഇത് പട്ടിക്കാടാണെന്ന് വിചാരിച്ചേക്കല്ല. നമ്മൾ ഗ്രാമീണ ജീവിതമെന്ന് പറയുമ്പോൾ തീരെ അങ്ങോട്ട് പട്ടിക്കാടും കുറ്റിക്കാട്ടിലും ഒന്നും അല്ല. ഇത് ടൗൺഷിപ്പ് തന്നെയാണ്. കറുകച്ചാൽ ടൗൺഷിപ്പാണ്. ഈ വരുന്ന ഇതുണ്ട്, ഈ കാണിക്കുന്ന ദൂരത്തിൽ കൂടെ ഉള്ളവർ. ഇവിടുന്നൊരു 50 മീറ്റർ ഇതിൻ്റെ അപ്പുറത്താണ് മെയിൻ റോഡ് പോകുന്നത്. അതിൻ്റെ സബ് റോഡാണ് ഈ വരുന്നത്. ഈ റോഡ് ഇങ്ങനെ വട്ടം കറങ്ങി ഇതുണ്ട്, നമ്മുടെ പറമ്പിൻ്റെ വലത്ത് സൈഡിൽ കൂടെ വട്ടം കറങ്ങി ഫ്രണ്ടിൽ കൂടെ വരിക. അപ്പോൾ നമ്മുടെ ഈ വീട് എന്ന് പറയുന്നത് നെടുങ്കുന്നത്തിൻ്റെ ഒരു ടോപ്പ് സ്ഥലമാണ്. ഇപ്പം നെടുങ്കുന്നെന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ ഒരു കുന്നാണെന്ന് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഉയർന്ന ഒരു സ്ഥലമാണ്, ഹൈ ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നമ്മുടെ ഈ വീട്ടിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സാധനം കുഴിച്ച് വെച്ചാലും ഉണ്ടാവും എന്നുള്ളത്. നല്ല സൂര്യപ്രകാശം കിട്ടുന്നത് കൊണ്ടും പിന്നെ ധാരാളം വെള്ളമുണ്ട്. നമ്മുടെ മുറ്റത്തൊരു കിണറുണ്ട്, ഒരിക്കലും പറ്റാത്തൊരു കിണർ. അത് അച്ചായം കുത്തിയ കിണറാണ്, ഒരിക്കലും പറ്റത്തില്ല. ഇപ്പോഴും ചുറ്റുപാടൊക്കെ ആൾക്കാർ പൈപ്പ് കണക്ഷൻ ആണെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ പൈപ്പ് കണക്ഷനൊന്നുമില്ല. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ളൊരു കിണർ ഉള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം നടക്കും. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇത്തരം ഈ കയറുകളൊക്കെ ഇങ്ങനെ കെട്ടുമ്പോൾ, മരത്തിലൊക്കെ കെട്ടുമ്പോൾ ഇങ്ങനെയൊരു ചകിരി കഷ്ണം കൂടി വെച്ച് കെട്ടുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഒരു കരിയാപ്പാണ്. കരിയാപ്പയിലാണ് നമ്മുടെ പന്തലിന് വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിയത്. അപ്പോൾ ഇങ്ങനെ ചകിരി കഷ്ണം വെച്ച് കെട്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരം വലുതാകുമ്പോൾ ആ മരത്തിനകത്തേക്ക് കയറ് നമ്മുടെ മരം പോവുകയില്ല. അപ്പോൾ ഇതിപ്പോൾ 2 വർഷത്തേക്കുള്ള ഒരേ കയറ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 വർഷത്തേക്ക് മരം വലുതാകുമ്പോൾ ഈ ചകിരി ഇങ്ങനെ കെട്ടിയിരിക്കുന്നതുകൊണ്ട് കയറിനും മരത്തിനും കേടുണ്ടാകത്തില്ല. അപ്പം അതിന് ഇതൊരു നല്ല കാര്യമാണ്. ഇങ്ങനെ നമ്മൾ മരത്തേലൊക്കെ കെട്ടുക. ഇത് നമ്മുടെ കരിയാപ്പാണ്, നാടൻ കരിയാപ്പാണ്. നല്ല മണം. അതിൻ്റെ ചുറ്റുപാടും വരുമ്പോൾ തന്നെ ഒരു കരിയാപ്പിൻ്റെ മണമുണ്ട്. പിന്നെ രാവിലെ ഞങ്ങൾ ഇന്ന് അബദ്ധവശാൽ ഇതിൽ മീൻ പോയപ്പോൾ സൈഡിൽ നിന്ന് മീൻ മേടിച്ചതാണ്. മീൻ മേടിച്ച്
ഫ്രിഡ്ജിനകത്ത് വെക്കാൻ മറന്നുപോയി. ഞങ്ങൾ ആ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട്. അപ്പോൾ സംഭവിച്ചത് ഇവിടെ ഒരുപാട് പൂച്ചകളുടെ ശല്യമാണ്. ഏതാണ്ട് 250 രൂപ കൊടുത്ത് ഞാൻ മേടിച്ച ഒരു ചട്ടിയായിരുന്നു. ഈ ചട്ടിക്കകത്ത് ഒരുപാട് പാചകങ്ങൾ ചെയ്ത് യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്. അത് പൂച്ച അങ്ങോട്ട് കയറി വിലസി പൊട്ടിച്ച് ദൂരെ കളഞ്ഞു. അപ്പോൾ ഇതിനകത്തായിരുന്നു മീൻ വെച്ചത്. അപ്പോൾ ഇന്ന് ചട്ടിയുടെ ഗോവിന്ദയായി. അപ്പോൾ ഇത് നമ്മുടെ മുറ്റത്തുണ്ടായ മഞ്ഞളാണ്. അപ്പോൾ ഈ മഞ്ഞൾ ഇത് പറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, എന്നാലും നമ്മുടെ നാടൻ മഞ്ഞളാണ്. അപ്പോൾ അതിന് ഇതുണ്ട്, നല്ല ഒരു സുഗന്ധമുണ്ട്. ഇപ്പോൾ ഈ മഞ്ഞളെന്ന് പറയുമ്പോൾ ഇത് ഇപ്പോൾ നമ്മുടെ വിപണിയിൽ നമുക്ക് കിട്ടുന്ന മഞ്ഞൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. മഞ്ഞൾപ്പൊടി ഒക്കെ വലിയ മാളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി മലയാളികൾ മേടിക്കുന്നത്. ഈ മഞ്ഞളിനകത്ത് ആരും എനിക്കെതിരെ കേസും പുക്കാറുമായിട്ടൊന്നും വന്നേക്കില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങളെ പറഞ്ഞത്. കേസും പുക്കാറായിട്ട് വന്നാലും എനിക്കൊരു ചുക്കുമില്ല. ഈ മഞ്ഞളിനകത്ത് മഞ്ഞൾക്കൂവ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കാട്ടിൽ വളരുന്ന മഞ്ഞൾക്കൂവ, മഞ്ഞ നിറമായിരിക്കും, മഞ്ഞളിൻ്റെ തന്നെ മണമൊക്കെ ഉണ്ടാകും. അതാണ് പൊടിച്ച് ചേർത്ത് മലയാളിക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മലയാളികളായിട്ടുള്ള എല്ലാവരും ഫ്ലാറ്റിൽ താമസിക്കുന്നതും വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്ന സാറുമാരൊക്കെ മഞ്ഞക്കൂവ പൊടിച്ച പൊടിയാണ് പോയി പാക്കറ്റിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഈ നാട്ടുകാർ എത്ര സന്തോഷമുള്ള നല്ല പച്ചയായിട്ട് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് കഴിക്കുന്നതെന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നുണ്ട്. അത് പിന്നെ കാണിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ നാട്ടിൻപുറത്തിൻ്റെ അറിവുകളും നന്മകളും എന്നൊക്കെ പറയുന്നത് അത് വളരെ ഒരു രസകരമായിട്ടുള്ള ഒരു അറിവുകളാണ്. ഓരോ അറിവുകളും നാട്ടിൻപുറത്തുനിന്ന് കിട്ടുന്നത് വളരെ വിലപ്പെട്ടതാണ്. ഇതൊന്നും നമ്മൾ വലിയ കൊട്ടാരങ്ങളിലൊക്കെ പോയി കൂട്ടിക്കെട്ടി ജീവിച്ചാലൊന്നും ഈ അറിവുകളൊന്നും കിട്ടത്തില്ല. ഇതൊക്കെ കിട്ടണമെങ്കിൽ അനുഭവ സമ്പത്ത് വേണം. നാട്ടിൻപുറത്ത് ജീവിക്കണം, നാട്ടിൻപുറത്തിൻ്റെ ആ നന്മകളെ നമ്മൾ ആസ്വദിക്കണം, അതിനുള്ള കഴിവുണ്ടായിരിക്കണം. അത് കഴിവ് നമുക്ക് ആരും പഠിപ്പിച്ച് തരുന്നതല്ല. നമ്മൾ സ്വാഭാവികമായിട്ട് ആ കഴിവുകളെ വേണമെന്ന് ആഗ്രഹിച്ച് കണ്ടുപിടിക്കുന്നതാണ്. ഇത് കണ്ടു. ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കോഴിയുടെ കൂട്ടിക്കിടന്ന് എൻ്റെ ശബ്ദവും സാമീപ്യമൊക്കെ അവർക്കറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒച്ച വെക്കുന്നത്. അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ട് ഈ സമയത്ത് കിടക്കുന്നത്. തീറ്റയൊക്കെ ഇഷ്ടം പടി കൊടുത്താൽ. അപ്പം ഞാനിവിടെ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ. ഞാനിപ്പോൾ ഒരു കൂട്ടരുടെ വഴി തടഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്കങ്ങ് കയറിപ്പോകാൻ ഇച്ചിരി പാടാണ്. ഇത് കണ്ടു, ഇത് തേനീച്ച, ചെറിയ തേനീച്ചയുടെ കൂടാണ്. അപ്പോൾ അവരെല്ലാം ഇവിടെ വന്ന് ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ വഴി അടഞ്ഞായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 10-30 വർഷത്തിന് മുകളിലായിട്ടുണ്ട് ഈ ചെറുതേനീച്ചയുടെ ഈ കൂട് ഇവിടെ ഇങ്ങനെ ആയിട്ട്. ഇപ്പോൾ ഇതുണ്ടാകും. ഇതൊന്നല്ല, ഇവിടെ വേറൊരു കൂടുണ്ട്. ഇത് അതിനകത്തോട്ടും വന്ന് കയറുന്നുണ്ട്. ഞാനീ വഴി തടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അവർ ഇവിടെ കിടന്ന് വട്ടം കറങ്ങുന്നത്. അപ്പോൾ ഇതൊരു കൂടാണ്. ഇതൊരു വേറൊരു കൂടാണ്. ഇത് വേണ്ട. ഇപ്പോൾ തേനിനകത്ത് പലതരം തേനുകളുണ്ട്. അതിൽ ഏറ്റവും ഗുണമുള്ള തേനാണ് ചെറുതേന്. പണ്ടത്തെയൊക്കെ വീടുകളുടെ പിന്നാമ്പുറങ്ങളിലും അവരൊക്കെ ഇങ്ങനെ ചെറിയ ഈ ഇല്ലിയുടെയൊക്കെ അല്ലെങ്കിൽ ചെറിയ തടികളൊക്കെ, സോഫ്റ്റായിട്ടുള്ള തടികളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് അതിനകത്ത് ഇതുങ്ങളെ സ്വാഭാവികമായിട്ട് വളർത്തിയെടുക്കുക. എന്നിട്ട് മരുന്നിനൊക്കെ ചെറുതേനാണ് ഉപയോഗിക്കുന്നത്. ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ തേൻ എടുക്കുക. മറ്റ് തേൻ പോലെ ഒരുപാടൊന്നും കിട്ടത്തില്ല. ഇതിൻ്റെ കൂട് പൊളിച്ചു കഴിഞ്ഞാൽ കുറച്ചേ കിട്ടത്തുള്ളൂ. പക്ഷേ അത് വളരെ ഗുണമുള്ള തേനാണ്. അപ്പോൾ അവരിങ്ങനെ ഞാൻ വഴി അടഞ്ഞിരിക്കുന്നതുകൊണ്ട് അവർക്ക് കയറിപ്പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് നിൽക്കുക. ഇതൊക്കെ ഓരോ കൊച്ചു അറിവുകളാണ്. ഇതിപ്പോൾ ഒരു പുതിയ പന്തലാണ് നമ്മളിടുന്നത്. പയറിനും പാവലിനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളായിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുക്കാലായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കോവലിന് 3 വർഷം മുമ്പ് ഇട്ടൊരു പന്തൽ ഇവിടെ കിടപ്പുണ്ട്. ഇത്തേന് നമുക്കൊരു 10-25 കിലോ കോവയ്ക്ക ഇപ്പോൾ പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കോവലിൻ്റെ പന്തലാണ്. അതുകൂടാതെ ഞങ്ങളിപ്പോൾ ഒരു ഫ്രഷായിട്ടുള്ള പന്തലാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പകുതി പണിയായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ചീര തൈ അങ്ങോട്ട് പറിച്ച് വെക്കണം.
ഇത് 2-3 ആഴ്ച ആയതാണ്. 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ചീരയുണ്ട്, പിന്നെ ചീനിയുണ്ട്, തക്കാളിയുണ്ട്, അങ്ങനെ പലവിധ തൈകളാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. ഇപ്പോൾ പന്തൽ കെട്ടുമ്പോൾ ഇങ്ങനെ മരങ്ങളിലൊരു ചകിരി വെച്ച് കെട്ടുന്നത് നല്ലതാണ്. അപ്പോൾ 400 രൂപയുടെ 1.5 കിലോ കയറ്, നമ്മൾ 2 ടൈപ്പ് കയറ് മേടിച്ചതിട്ട് കൊണ്ട് നമ്മളിട്ടിരിക്കുന്ന ഒരു പന്തലാണ്. അതിൻ്റെ പണി ഇപ്പോൾ സമയം 6:30 ഇന്നത്തെ പരിപാടി തീർന്നു. നമുക്ക് ഒരു നീളത്തിലുള്ള ക്രോസ് ഇടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ക്രോസായിട്ട് കുറച്ചും കൂടിയൊക്കെ വലിച്ചു കെട്ടണം. അപ്പോൾ ഇനി ഒരു 1 കിലോയും കൂടെ കയറ് മേടിക്കണം, 2 ടൈപ്പ്. എന്നാലേ പൂർത്തിയാവുള്ളൂ, ഒന്ന് ഭംഗിയായിട്ട് പൂർത്തിയാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഏകദേശം പണിയെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ നല്ലൊരു ഏരിയ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം 1.5 കിലോ കയറ് കൊണ്ടുള്ള നമ്മളുടെ പന്തലിൻ്റെ 3/4 പണി പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ഈ ബാക്കി പണികൾ അടുത്ത സൺഡേയിലേക്ക് മാറ്റി വെക്കണം. ഇപ്പോൾ 2 പേരുണ്ടെങ്കിലേ പണി നടക്കുകയുള്ളൂ, എന്നെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റത്തില്ല. കാണിക്കാം, ഇനിയുണ്ട്, തീർന്നിട്ടില്ല, ഒരുപാട് പരിപാടികളുണ്ട്. ഇപ്പോൾ കുറച്ച് ചീര ഉണ്ടായിരുന്നു, അതിനിപ്പോൾ ഈ താഴെ കുഴിച്ച് വെക്കണം. അത് കാണിക്കാം കൂട്ടുകാരെ. അപ്പോൾ ഇത് തമിഴ്നാട്ടിൽ നിന്ന് ചക്ക പറിക്കാൻ വന്ന വണ്ടിയാണ്. എന്താ, അപ്പോൾ ചക്ക പറിച്ച് കൊണ്ടുപോവുകയാണ്. ഇപ്പം നമ്മുടെ മലയാളിക്ക് ചക്ക ആവശ്യമില്ല, ഇതെല്ലാം പറിച്ച് ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കൊണ്ട് ആൾക്കാർ കൊടുക്കുകയാണ്. നല്ല കമ്മീഷൻ കിട്ടും. ഇപ്പോൾ ആർക്കും വേണ്ടാതെ കിടന്ന ചക്കയും ചക്കപ്പഴവും എല്ലാം ഇപ്പം വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു. നല്ല വില കിട്ടും, 2000-3000 രൂപയൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ കുഴിച്ച് വെച്ച പയറാണ്. വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ചുവടാണ്. ഇതിന് ചെറിയ വള്ളിയൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഇത് 3ാമത്തെ ചുവടാണ്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ 3 ചുവട് കുഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 2 ദിവസം നനച്ചൊക്കെ കഴിഞ്ഞിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നല്ല ഇത് വരും. ഇപ്പം നല്ല ഫ്രഷായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫ് ടോൺ യൂട്യൂബ് ചാനലിൽ സെലിബ്രിറ്റീസ് മാത്രമല്ല, ഒരുപാട് ഞങ്ങളുടെ അറിയുന്ന നാട്ടുകാർ എല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സുണ്ട്, ദൂരദേശങ്ങളിലുള്ള ഫ്രണ്ട്സുണ്ട്, റിലേറ്റീവ്സുണ്ട്, പിന്നെ ഞങ്ങളുടെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, ജിജിയുടെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, എൻ്റെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് 4 വർഷത്തോളമായിരുന്നു. കാലത്ത് ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ ലൈഫ് ടോൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സോങ് വീഡിയോകളായിട്ടുള്ള ലൈഫ് ടോൺ ടു ദ വ്ളോഗ് ചാനലിനകത്ത് അവിടെ ഒരുപാട് സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നല്ല പാട്ടുകളൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാട്ടുകൾ കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് ആണ് പാട്ടുകൾ ആ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പാട്ട് പണ്ട് തൊട്ടേ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ ഇപ്പം മലയാളിക്ക് പാട്ടുകളോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 3 തലമുറ ഒക്കെ 4 തലമുറ ആയില്ലേ നമ്മുടെ കേരളത്തിലെ ഗന്ധർവനെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും എൻ്റെ പൊന്ന് ചങ്ങാതിമാരെ, നിങ്ങൾ അവരെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ തലമുറയും വരുന്ന തലമുറയും അവരുടെ കഴിവുകളൊക്കെ പ്രദർശിപ്പിച്ച് ജീവിക്കണ്ടേ ഭൂമിയിൽ. നമ്മൾ ഒരാൾക്ക് സ്തുതി പാടി
അവരെ മാത്രം അങ്ങ് പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് വലിയ കാര്യമുണ്ടോ? വലിയ കാര്യമുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളുടെ മക്കളും അവരുടെ മക്കളും റിലേറ്റീവ്സും ഒക്കെ വളരണ്ട ഈ ഭൂമിയിൽ. അല്ലാണ്ട് ഒരാൾ തന്നെ വളർന്ന് അയാൾ തന്നെ കാശും മേടിച്ചുകൊണ്ട് പോയി അയാളുടെ മക്കൾ തോന്നിവാസം നടക്കുന്നു, പിന്നെ സ്തുതി പാടി നടക്കേണ്ട വലിയ കാര്യമുണ്ടോ? അതുകൊണ്ട് നമ്മൾ ചാനലിലൊക്കെ പാട്ട് പാടുമ്പോൾ നിങ്ങൾ ആ കില്ലച്ചിൻ്റെയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അറിയുന്ന ആളാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. മലയാളിയുടെ ചിന്ത അങ്ങ് മാറണം. നമ്മൾ ചുമ്മാ അടിമയായിട്ട് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം ഞാനിങ്ങനെയൊക്കെയാണ്. നമ്മളൊരു നാട്ടിൻപുറത്തുകാരനാണ്, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. അതിനകത്ത് ആരും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലല്ലോ എനിക്കത് വിഷയമല്ല. കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്ന ഭൂമിയിൽ 100 പേരിൽ ഒരാളുണ്ടെങ്കിൽ അത് തന്നെ എനിക്ക് ഏറ്റവും സന്തോഷമാണ്. അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് 100 പേരും നമ്മളെ അങ്ങ് ഇഷ്ടപ്പെടണമെന്നൊന്നും നമ്മൾ വിചാരിക്കണ്ട. അങ്ങനെ വിചാരിച്ചാലൊന്നും നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെയൊക്കെ കുഴിച്ച് വെച്ചിട്ടുണ്ട്. ചീരയാണിത്, മാറ്റി കുഴിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. എനിക്കത് വിഷയമല്ല. എല്ലാവരുടെയും ഇഷ്ടം നോക്കിയൊന്നും നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇവിടെ 2 പാവലുണ്ട്. പാവലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മുളച്ച് വന്നിട്ടുണ്ട്. ഇതിനെ മാറ്റി കുഴിച്ച് വെക്കുന്നില്ല. ഈ ചീര മാത്രം ഇങ്ങനെ ആണ് മാറ്റി കുഴിച്ച്. ഇപ്പോൾ ജിജിയെ തയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്കാരത്തി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ കൃത്യ അളവിനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് അളവിനാണ് കുഴിച്ച് വെച്ചിരിക്കുന്നത്, മാറ്റി കുഴിച്ച് വെച്ചാൽ. അപ്പോൾ ഇനിയിപ്പം ഇതിനെല്ലാം 2-3 ദിവസം കഴിഞ്ഞിട്ടൊന്ന് വേരൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് വേണം വളമൊക്കെ ഇടാൻ. ഇത് പടവലും പാവലും കുമ്പളമൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതെല്ലാം മാറ്റി കുഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം 2-3 ദിവസം കൊണ്ട് നന്നായിട്ട് പിടിക്കണം. ഇപ്പം ചീര ഇങ്ങനെ മാറ്റി കുഴിച്ച് വെച്ചിട്ടുണ്ട്, അത് നന്നായിട്ട് പിടിച്ചോളും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചോടുണ്ട്, അത് പയറാണ്. അപ്പോൾ ഇവിടെ കപ്പയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർ കേട്ടിട്ട് മുഖം തിരിക്കുമോ നമ്മുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. ഉള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. കപ്പയാണ് കുഴിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ കപ്പ കുഴിച്ച് വെച്ചിട്ട് വെള്ളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് രാവിലെ മഞ്ഞായതുകൊണ്ട് തണുപ്പടിച്ചുകൊണ്ട് ഇതാണ്. അവിടെയും കപ്പ കുഴിച്ച് വെച്ചിട്ടുണ്ട്, ഇവിടെയും കുഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കപ്പ പിടിക്കുവാണെങ്കിൽ പിടിക്കട്ടെ. ഇങ്ങനെ ക്രമമായിട്ട് കുഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് വളർന്ന് കയറി വരും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പ്രിയപ്പെട്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഇത്തിരി ലോങ് വീഡിയോ ആണ് ഇത്. അതുകൊണ്ട് തന്നെ മൊബൈലിനകത്ത് ചാർജൊക്കെ ഉള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ. ചാർജ് ഇല്ലാത്തവരൊക്കെ പോയി ചാർജ് ചെയ്തിട്ട് വന്നിട്ട് കാണുക. അല്ലെങ്കിൽ വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈ വഴി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇഷ്ടമായാലും നമ്മുടെ ചാനലിൽ വീണ്ടും കാണുക. ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ബർത്ത്ഡേയും കൂടിയായിരുന്നു, ജനുവരി 26 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മുടെ റിപ്പബ്ലിക് ദിന ആശംസകളും കൂടെ നേർന്ന് ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ. താങ്ക് യു.